ആറ്റിങ്ങൽ നഗരത്തിലെ പ്രമുഖ ഹോട്ടലുകളിൽ നിന്നും പഴകിയ ഭക്ഷണ പദാർത്ഥങ്ങൾ പിടിച്ചെടുത്തു. നഗരസഭ ആരോഗ്യ വിഭാഗമാണ് പരിശോധന നടത്തിയത്. ഭക്ഷ്യ വിഷബാധയേറ്റ് തലസ്ഥാനത്ത് ഒരാൾ മരണമടഞ്ഞ സാഹചര്യത്തിലാണ് ആറ്റിങ്ങൽ നഗരസഭ പരിശോധന ഊർജിതമാക്കിയത്. ആറ്റിങ്ങൽ നഗരത്തിലെ ചില ഹോട്ടലുകളിൽ നിന്ന് പിടിച്ചെടുത്ത പഴകിയ ഭക്ഷണ സാധനങ്ങളാണിവ. നഗരസഭാ പരിധിയിലെ ബേക്കറികൾ, ഫാസ്റ്റ് ഫുഡ് സെന്ററുകൾ, ഫ്രൂട്ട് സ്റ്റാളുകൾ, ടീ സ്റ്റാളുകൾ, റെസ്റ്റോറന്റുകൾ എന്നിവിടങ്ങളിലാണ് രാവിലെയോടെ നഗരസഭ ആരോഗ്യ വിഭാഗം പരിശോധന നടത്തിയത്. പരിശോധനയിൽ വൻതോതിൽ പഴകിയ ഭക്ഷണ സാധനങ്ങൾ പിടിച്ചെടുത്തു. വളരെ വൃത്തിഹീനമായ നിലയിൽ പ്രവർത്തിച്ചു വരികയായിരുന്ന KSRTC ക്യാന്റീൻ ഉൾപ്പെടെയുള്ള 6 സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുന്നതിനായുള്ള നടപടികൾ സ്വീകരിച്ചതായി നഗരസഭാ സെക്രട്ടറി പറഞ്ഞു. വളരെ പഴകിയ ആഹാരങ്ങൾ വച്ചിരുന്ന അവനവഞ്ചേരി ഫാസ്റ്റ് ഫുഡ്, മൂന്നുമുക്ക് ഫാമിലി റെസ്റ്റോറൻറ്റ്, KSRTC ക്യാൻറ്റീൻ, സിയോൺ ബേക്കറി, ബേക്ക് ലാൻഡ്, അൽസഫ ബേക്കറി തുടങ്ങിയവ വളരെ മോശമായ സാഹചര്യത്തിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് ആയത് പൂട്ടുന്നതിനുള്ള നടപടി സ്വീകരിച്ചു വരികയാണ്. മറ്റ് ഹോട്ടലുകളിലും ഇത്തരത്തിലുള്ള പരിശോധന നടത്തുകയും ആയതിലും അവർക്ക് ഉള്ള അപാകതകൾ അടിയന്തരമായിട്ട് പരിഹരിക്കണമെന്ന് കാണിച്ചുകൊണ്ട് നോട്ടീസ് നൽകുകയും ചെയ്തിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ കർശനമായ പരിശോധനകൾ തുടരുമെന്നും സ്ഥാപനങ്ങളിൽ ശുചിത്വമില്ലായ്മ കണ്ടെത്തിയാൽ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നും നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് S. കുമാരി പറഞ്ഞു. കർശനമായ നടപടികൾ നഗരസഭ സ്വീകരിക്കും. നഗരസഭാ സെക്രട്ടറിയുടെ നിർദ്ദേശാനുസരണം ആരോഗ്യ വിഭാഗം, സ്ക്വാഡ്, ഹെൽത്ത് ഇൻസ്പെക്ടർമാർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. ഭക്ഷ്യവിഷബാധയേറ്റ് തലസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം ഒരാൾ മരിച്ച സാഹചര്യത്തിലാണ് ആറ്റിങ്ങൽ നഗരസഭ ഹോട്ടലുകളിൽ പരിശോധന ശക്തമാക്കിയത്. എന്നാൽ നഗരത്തിലെ ബാർ ഹോട്ടലുകൾ ഉൾപ്പെടെയുള്ള പ്രമുഖ ഹോട്ടലുകളെ പരിശോധനയിൽ നിന്ന് ഒഴിവാക്കിയതിൽ വ്യാപക പ്രതിഷേധമാണ് ഉയർന്നിട്ടുള്ളത്. ഏതായാലും ഉയർന്ന വില നൽകി പഴകിയ ഭക്ഷണം കഴിക്കേണ്ട ഗതികേടിലാണ് തങ്ങളെന്ന് നാട്ടുകാർ പറയുന്നു. ACV ന്യൂസ്, ആറ്റിങ്ങൽ.